കർക്കിടക മാസത്തിലെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കാട്ടുതാളിൻ്റെ ഇല വെച്ചിട്ടുള്ള മെഴുക്ക് പുരട്ടി. നമ്മുടെ മലയാളികൾ പറയുന്നത് മെഴുക്ക് പുരട്ടി എന്നാണ്. അത് ഉണ്ടാക്കുന്ന വിധം, അതിൽ ചേർക്കേണ്ടത് കാട്ടുതാളിൻ്റെ ഇല, ചതച്ച മുളക്, ചെറിയുള്ളി നൈസായിട്ട് അരിഞ്ഞത്, കാന്താരി മുളക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇനി ഇത് കെട്ടുന്ന വിധം, ആദ്യം നമ്മൾ ഈ ഇല രണ്ടായിട്ട് കീറും. കാന്താരി മുളകിൻ്റെ പകുതി ഇങ്ങനെ വെച്ച് മടക്കി ഇതിങ്ങനെ കെട്ടണം. അങ്ങനെ കെട്ടിവെച്ച ഇലകളാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ. തവ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് മൂപ്പിക്കും. ചെറിയ ഉള്ളി ഇട്ട് നല്ലപോലെ മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ ഉപ്പും ചതച്ച മുളകും കൂടി ഇട്ട് ഒന്നും കൂടി ചൂടാക്കി ഒരു വിധം ആ പച്ചമണം മാറുന്നവരെ നമ്മൾ വഴറ്റിയതിന് ശേഷം ലേശം മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് ഈ കെട്ടിയത് അതിനകത്തിട്ട് ഇളക്കി ലേശം വെള്ളം തളിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ശരിക്ക് ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ നമ്മൾ മെഴുക്ക് പുരട്ടി റെഡി. അത് ഉണ്ടാക്കുന്ന വിധം ഞാൻ കാണിച്ചു തരാം. ആദ്യമായി ഒരു 5 ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ, നല്ലോണം ചൂടായതിനു ശേഷം ചെറിയുള്ളി, ഇനി നമ്മൾ ഇതിലേക്ക് അല്പം ചതച്ച മുളക്, ഓരോരുത്തരുടെ എരിവനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ഇട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിന്. ഇനി ഒരു സ്പെഷ്യൽ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേശം ഇത് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കും ഇതിനകത്തേക്ക്. ഇത് നമ്മൾ താളിൻ്റെ ഇല ഇട്ടതിന് ശേഷം ഇത് സ്പെഷ്യലായിട്ടുള്ളതാണ്. 2 സ്പൂൺ ഒഴിച്ചു കൊടുക്കുള്ളൂ. അപ്പോൾ ആ ഇതിൻ്റെ ചൊറിച്ചിലൊന്ന് കുറഞ്ഞിട്ടുണ്ട്. കാട്ടുതാളാണ്, ആ ചൊറിച്ചിലൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 2 സ്പൂൺ പുളിയുടെ വെള്ളം, 2 സ്പൂൺ ഒഴിക്കാൻ പാടുള്ളൂ. അധികം പുളി ഇഷ്ടമില്ലാത്തവർ വെള്ളം പച്ചവെള്ളം തളിച്ചാൽ മതി. അപ്പോൾ ഏതാണ്ട് എല്ലാം മൂത്തു. ഇനി നമ്മൾ ഇതിലേക്ക് താള് കെട്ടി വെച്ചത് ഇട്ട് കൊടുക്കും. ഈ താള് മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും. ചൊറിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലേശം വാളംപുളി പിഴിഞ്ഞ് ഒരു 2-3 സ്പൂൺ ഓരോരുത്തരാക്കും. ഇനി പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെള്ളം മാത്രം കഴിച്ചാൽ മതി. ചോറി കൂട്ടി കഴിക്കുമ്പോൾ ചൊറിച്ചിലുണ്ടാവും. കുറച്ച് നേരം അടച്ചു വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ വെളിച്ചെണ്ണ എന്തെങ്കിലും പോരായ ഉണ്ടെങ്കിൽ ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി യോജിപ്പിക്കുക. ചെറിയുള്ളിയും ഉപ്പും ചതച്ച മുളകും വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ മെയിൻ ചേരുവ. പുളി പിഴിഞ്ഞേക്കതിൻ്റെ പേരിൽ ചൊറിച്ചിൽ കാര്യമായിട്ടുണ്ട്. ലേശം പുളി പിഴിയണം. പുളി പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെറുതെ തിന്നാത്.